തീർച്ചയായിട്ടും കത്ത് തെളിവുകൾ തന്നെയാണ്. പുൽപ്പള്ളിയിലെ ഒരു ആത്മഹത്യാ വാർത്ത നമ്മൾ കുറച്ചുനാൾ മുമ്പാണ് 2023 കേട്ടത്. അന്ന് ആ വാർത്തയുമായി ബന്ധപ്പെട്ട് കെ എബ്രഹാം എന്ന് പറയുന്ന പുൽപ്പള്ളിയിലെ ബാങ്കിലെ അന്നത്തെ പ്രസിഡന്റും KPCCയുടെ ജനറൽ സെക്രട്ടറിയും അറസ്റ്റ് ചെയ്യുക മാത്രമല്ല ED അന്വേഷണം വരെ നടന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ തട്ടിക്കുന്ന കറവപ്പശുക്കളായിട്ട് മാറുകയാണ് പല സ്ഥലങ്ങളിലെയും സഹകരണ സ്ഥാപനങ്ങളെന്ന് തെളിയിക്കുന്നതാണ് വയനാട്ടിൽ നിന്ന് വരുന്ന വാർത്തകൾ. അതിലൊന്ന് പുൽപ്പള്ളി മോഡലാണ്. അത് ഏകദേശം കരുവന്നൂർ മാതൃക എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്നാൽ ബത്തേരിയിൽ, ഞാൻ കഴിഞ്ഞ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ, ബത്തേരിയിലെ മാതൃക മറ്റൊന്നുകൂടിയാണ്. ബത്തേരിയിൽ നടക്കുന്നത് നിയമനവുമായി ബന്ധപ്പെട്ട് കോഴ വാങ്ങി ഈ നേതാക്കളും അതേപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ടവരും പങ്കിട്ടെടുക്കുന്നൊരു രീതിയാണ് കാണുന്നത്. ഇവിടെ പക്ഷേ എല്ലാം സംഭവിച്ചത് എന്തുകൊണ്ടെന്നാൽ, ഞാൻ മനസ്സിലാക്കുന്നത് 2013 BJP ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടി അന്നത്തെ ബാങ്കിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനറായിരുന്ന NM വിജയൻ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് സ്വന്തം ബാങ്ക് വീടിൻ്റെ ആധാരം പണയം വെച്ചെടുത്ത 32 ലക്ഷം രൂപ, ആ 32 ലക്ഷം രൂപയുടെ ബാധ്യത യഥാർത്ഥത്തിൽ MLA അന്ന് DCC പ്രസിഡൻ്റായിരുന്ന ആളിനുണ്ട്, പിൽക്കാലത്ത് DCC പ്രസിഡൻറ്റുമായവർക്കുണ്ട്. 2017 2018 2020 ഈ ഭരണസമിതി വരാതിരിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുത്തവർക്കുണ്ട്. പിന്നീട് BJP അധികാരത്തിൽ വരുമ്പോൾ നിയമനം നടത്താൻ കഴിയാതെ പോവുകയും ഈ പണം തിരിച്ചുപിടിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുന്നത്. അന്ന് ആ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം സ്വന്തം വീടിൻ്റെ പണയം പാർട്ടിക്ക് അധികാരം പിടിച്ചെടുക്കൽ, അത് തന്നെ പൊളിറ്റിക്കലി എത്രമാത്രം ശരിയാണെന്നുള്ളതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തെരഞ്ഞെടുക്കപ്പെട്ടൊരു ഭരണസമിതി അട്ടിമറിക്കാൻ BJPയുടെ ഒരു പ്രസിഡന്റിന് 10 ലക്ഷം രൂപ കൊടുത്ത് ഭരണസമിതി അട്ടിമറിക്കാൻ നടത്തിയ നീക്കം, അതുമായി ബന്ധപ്പെട്ട സെറ്റിൽമെൻറ്റിന് വേണ്ടി NM വിജയൻ്റെ വീടും പറമ്പും പണയം വെച്ചെടുത്ത തുക 32 ലക്ഷം, അത് പലിശയും കൂട്ടുപലിശയും ചേർന്ന് 65 ലക്ഷം രൂപയാകുമ്പോൾ അന്ന് NM വിജയനെ കൊണ്ട് ആ പണമെടുപ്പിച്ച ഒരാളും അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ലെന്ന് മാത്രവുമല്ല, ഇത് കുടുംബത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണെന്ന് പറയുന്നു, പത്മജയ്ക്ക് വേണ്ടിയാണെന്ന് പറയുന്നു, മക്കൾക്ക് വേണ്ടിയാണെന്ന് പറയുന്നു, ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടിയാണെന്ന് പറയുന്നു. അതിന് എനിക്ക് തോന്നുന്നു ഓവർസീസ് ബാങ്കിലോ മറ്റോ ഇന്ത്യൻ ബാങ്കിലോ മറ്റോ ഒരു ഓവർ ഡ്രാഫ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടിയുള്ളതാണ്. അത് പത്മജിക്ക് നമ്മുടെ മുന്നിൽ ചർച്ചയിൽ വന്ന് പറയേണ്ടി വരുന്നു. അങ്ങനൊരു സാഹചര്യം കൂടി ഉണ്ടാക്കി. അപ്പോൾ ഒരു വിശ്വാസ വഞ്ചന യഥാർത്ഥത്തിൽ ഈ DCC ട്രഷറോട് നേതൃത്വം കാട്ടി എന്നുള്ളത് വ്യക്തമാണ്. രണ്ട്, ഈ ചെക്കുകളെല്ലാം പാവം DCC ട്രഷറാണ് എഴുതിയപ്പെട്ട് കൊടുക്കുന്നത്. ചാക്കോയ്ക്കാണെങ്കിലും ശരി, ബാക്കിയുള്ള ആളുകൾക്ക് ഐസക് താമരച്ചാലിലാണെങ്കിലും ശരി കൊടുക്കുന്നത്. അപ്പോൾ ഈ ചെക്കുകളെല്ലാം കൊടുക്കുമ്പോൾ ഒരു ഉറപ്പെന്ന് പറയുന്നത് പണം കിട്ടുന്ന അവസരത്തിൽ, നിയമനം കിട്ടുന്ന അവസരത്തിൽ പണം കിട്ടും, പണം കിട്ടുന്ന അവസരത്തിൽ അത് തിരിച്ചു കൊടുക്കാം എന്നുള്ളതായിരുന്നു. പക്ഷെ അതൊന്നും നടക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അവിടെയാണ് ഈ വലിയ രീതിയിലുള്ള ഒരു പണമിടപാടുമായി ബന്ധപ്പെട്ട വിശ്വാസവഞ്ചനയുടെ കഥ കൂടി ഉണ്ടാകുന്നത്. അപ്പോൾ ഒന്ന്, ഇത് കോടിക്കണക്കിന് രൂപകൾ കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളിലെ അത് കറവപ്പശുവായി മാറ്റുന്നു എന്നതിൻ്റെ സൂചനയാണ് പുൽപ്പള്ളിയുടേതെങ്കിൽ, ഇവിടെ അത് നിയമനക്കോഴിയുമായി ബന്ധപ്പെട്ട കറവപ്പശുവാണ് ബത്തേരിയിലും പൂതാടിയിലുമുള്ള ബാങ്കുകളിലെ നിയമനങ്ങൾ. മൂന്നാമത്തെ ഒരു കാര്യം, MLA ആയ IC ബാലകൃഷ്ണനാണ് നിയമനത്തിനു വേണ്ടി കത്ത് കൊടുത്തിരിക്കുന്നത്. വിജിലൻസിൻ്റെ നേരിട്ടുള്ള പരിധിയിൽ വരുന്ന വിഷയമാണ്. അതിനാണ് ഇനി സമാധാനം പറയേണ്ടി വരുന്നത്. ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കത്തതാണ്. അത് സ്വാഭാവികമായും DCC അധ്യക്ഷൻ എന്ന നിലയിൽ കൊടുത്തതാണെന്ന് വ്യാഖ്യാനിച്ചാൽ പോലും അത് MLA എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന ഒരാളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. അതത്തരം കത്തുകളൊക്കെ പലയിടങ്ങളിലും കൊടുക്കുന്നത് സ്വാഭാവികമാണ്. ഈ പണമിടപാടുകൾ നടത്തുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അത് എങ്ങനെയാണ് MLA എന്ന നിലയിൽ നിങ്ങൾക്ക് ന്യായീകരിക്കാൻ കഴിയുക എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. വരും ദിവസങ്ങളിൽ ചർച്ചയാകാൻ പോകുന്നതും ഇതാണ്. അപ്പോൾ വിശ്വാസവഞ്ചനയുണ്ട്. ഒപ്പം തന്നെ ഈ നോക്കൂ, ഇന്ന് പുറത്തു വന്നിരിക്കുന്ന കത്തിൽ NM വിജയൻ്റെ മകൻ ജിജീഷിന് 200 രൂപ പ്രതിദിനം കിട്ടിക്കൊണ്ടിരുന്ന ജോലി അതിൽ നിന്ന് പിരിച്ചു വിട്ടുകൊണ്ടും മറ്റൊരു അപ്പോയിൻമെൻറ്റ് നടത്താനാണ് IC ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന് ഭിന്നശേഷിക്കാരനാണ്, മാനസികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കുഞ്ഞാണ്. അപ്പോൾ ആ ചെറുപ്പക്കാരനെ അവിടെ നിയമനം നടത്താൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ ഇടപെട്ടിരുന്നു, നിയമനം കൊടുക്കുകയും ചെയ്തിരുന്നതാണ്. പിന്നീട് അവിടെ തന്നെ കോൺഗ്രസ്സുകാരനായ മറ്റൊരു അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനറായിട്ട് വരുമ്പോൾ അയാളുടെ താല്പര്യപ്രകാരമാണ് പിരിച്ചുവിടുന്നത്. അങ്ങനെ പിരിച്ചുവിടുമ്പോൾ പലയിടങ്ങളിലും പോയി പറയുന്നത് അവന് ജോലി കൊടുക്കണം, എനിക്ക് ഒറ്റയ്ക്ക് അവനെ നോക്കാൻ കഴിയില്ല, ജിജേഷിന് ബാങ്കിൽ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ടെങ്കിൽ അയാൾ അവിടെ ഇരുന്നോളും. പക്ഷേ അതുപോലും പാർട്ടി കേൾക്കുന്നില്ല. 50 വർഷക്കാലം ഈ പാർട്ടിയുടെ വിശ്വസ്തനായിരുന്ന, പാർട്ടിക്ക് വേണ്ടി പണമിടപാടുകളും സ്വന്തം വീടിൻ്റെ പറമ്പിൻ്റെ ആധാരം പോലും പണയം വെച്ച് സ്വന്തം പേരിൽ ചെക്ക് ഇഷ്യൂ ചെയ്ത് പാർട്ടി അത്രമാത്രം വിശ്വസിച്ചൊരു നേതാവിൻ്റെ മകന് ആ രീതിയിൽ അർഹതപ്പെട്ട ഒരു പാർട്ട് ടൈം സ്വീപ്പറിൻ്റെ ജോലി പോലും കൊടുക്കാൻ സാധിക്കാതെ വന്നു എന്ന കത്താണ് ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ IC ബാലകൃഷ്ണൻ്റെ പങ്കും വ്യക്തമാണ്. അങ്ങനെ നിൽക്കക്കള്ളി ഇല്ലാതായ ഘട്ടത്തിലാണ് IC ബാലകൃഷ്ണൻ്റെ പേര് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്യാൻ NM വിജയൻ തയ്യാറായിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ആഴത്തിലുള്ള അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതാണ്. 15 വരെ അറസ്റ്റിൽ നിന്നുള്ള പരിരക്ഷയുണ്ട്. പക്ഷേ രാഷ്ട്രീയവും ധാർമ്മികവുമായ ഉത്തരവാദിത്വം ഇപ്പോഴും IC ബാലകൃഷ്ണനും ND അപ്പച്ചനും KK ഗോപിനാഥനും ഇല്ലാതാവുന്നില്ല. അതുകൊണ്ട് തന്നെ ആ നിലപാട് സ്വീകരിക്കുക. എന്താണോ PP ദിവ്യയുടെ കാര്യത്തിൽ പാർട്ടി ആവശ്യപ്പെട്ടത് അത്
ഇവിടെ IC ബാലകൃഷ്ണൻ്റെയും ND അപ്പച്ചൻ്റെയും KK ഗോപിനാഥിൻ്റെയും കാര്യത്തിൽ ഉണ്ടാവണം എന്നാണ് നമ്മളും പറയുന്നത്. കത്തുകൾ തെളിവല്ലേ എന്ന ചോദ്യത്തിന് കത്തുകൾ വലിയ തെളിവാണ് എന്നാണ് എൻ്റെയും പക്ഷം. Meet the editors.